വിരുന്നുശാലയിലേക്ക് ചെന്ന ബെഞ്ചൻ സ്റ്റാർക്കിനോട് നൈറ്റ് വാച്ചിൽ നിന്നും ഓടി വന്നവനെ പരിചയമുണ്ടോ എന്ന് നെഡ് സ്റ്റാർക്ക് ചോദിച്ചപ്പോൾ അവൻ ധൈര്യശാലിയായ ഒരു റേഞ്ചർ ആയിരുന്നു എന്നും അവന്റെ കൂടെ പോയ 2 പേർ ഇതുവരെയും നൈറ്റ് വാച്ചിൽ മടങ്ങിയെത്തിയിട്ടില്ല എന്നും ബെഞ്ചൻ പറഞ്ഞു. ഇങ്ങോട്ടേക്ക് ഓടി വന്നവൻ വൈറ്റ് വാക്കേഴ്സിനെ കണ്ടു എന്നും അവന്റെ കൂടെയുള്ള 2 പേരെയും വൈറ്റ് വാക്കേഴ്സ് ആക്രമിച്ചു കൊന്നു എന്നുമാണ് അവൻ പറഞ്ഞത്. മിക്കവാറും വൈൽഡ് ലിങ്സ് ആയിരിക്കും അവരെ ആക്രമിച്ചിട്ടുണ്ടാകുക എന്ന് നെഡ് സ്റ്റാർക്ക് ബെഞ്ചനോട് പറഞ്ഞു. അന്നേ ദിവസം രാത്രി നെഡ് സ്റ്റാർക്കിന്റെ റൂമിലേക്ക് മെയ്സ്റ്റർ ലൂവിയൻ കടന്നു വന്നിട്ട് കാറ്റലിൻ സ്റ്റാർക്കിന്റെ സഹോദരി ലൈസ ആര്യൻ രഹസ്യമായി കൊടുത്തയച്ച മെസ്സേജ് കാറ്റലിന് കൊടുക്കും. മരണപ്പെട്ട ഹാൻഡ് ഓഫ് ദ കിങ് ജോൺ ആര്യന്റെ ഭാര്യയാണ് ലൈസ. വിവാഹശേഷം ലൈസയും മകനും കിങ്സ് ലാൻഡിംഗിൽ ജോണിനൊപ്പമാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് ജോൺ ആര്യന്റെ നാടായ ഏരിയയിൽ നിന്നാണ്. കാറ്റലിൻ മെസ്സേജ് വായിച്ച ഉടൻ തന്നെ അത് തീയിലിട്ട് കത്തിച്ചിട്ട് പറഞ്ഞു ജോൺ ആര്യനെ ലാനിസ്റ്റേഴ്സ് കൊന്നതാണെന്നും ലൈസയും മകനും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഏരിയയിൽ എത്തിയെന്നും രാജാവ് റോബർട്ട് ബറാത്യന്റെ ജീവന് ആപത്തുണ്ടെന്നുമാണ് മെസ്സേജ്. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നെഡ് സ്റ്റാർക്ക് നിന്നു. രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി നെഡ് സ്റ്റാർക്കിനോട് ഹാൻഡ് ഓഫ് ദി കിങ് ആവാൻ മേസ്റ്റർ പറഞ്ഞപ്പോൾ പണ്ട് മാറ്റ് കിങ്ങിനെ കണ്ട് ലയാന സ്റ്റാർക്കിനെ റൈഗാർ ടാർഗേറിയൻ തട്ടിക്കൊണ്ടുപോയ പരാതി പറയാൻ ചെന്ന നെഡ് സ്റ്റാർക്കിന്റെ അച്ഛനെയും ചേട്ടനെയും കിങ്സ് ലാൻഡിംഗിൽ വെച്ച് മാറ്റ് കിങ് കൊന്നുകളഞ്ഞത് കാറ്റലിൻ സ്റ്റാർക്ക് ഓർമ്മിപ്പിക്കും. എന്നിരുന്നാലും റോബർട്ട് ബറാത്യനോടുള്ള സൗഹൃദം കാരണം താല്പര്യമില്ലാതിരുന്നിട്ടും റോബർട്ടിന് വേണ്ടി കിങ്സ് ലാൻഡിംഗിലേക്ക് പോകാൻ നെഡ് സ്റ്റാർക്ക് തീരുമാനിക്കും.